മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരാമർശം പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടിച്ചു വന്ന സംഗതികൾ ഇത് വലിയ കാലുഷ്യം ഉണ്ടാക്കി സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്. അപ്പം ADGP RSS കൂടിക്കാഴ്ച, അതേ തുടർന്ന് ഉണ്ടായി വന്ന വിവാദങ്ങളാണ് ഇവയെല്ലാം. ഇന്നിപ്പോൾ അത് നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് സർക്കാർ അനുവദിച്ചു. 2 മണിക്കൂർ ചർച്ച നടന്നു. പ്രമേയം അംഗീകരിച്ചില്ല. പക്ഷേ അതിനകത്ത് പലതരത്തിലുള്ള വാദഗതികളും മറുപടികളും ഉയർന്നു വന്നു. മലപ്പുറവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മലപ്പുറത്തിന് വേണ്ടി നിലകൊണ്ട ഇടതുപക്ഷത്തെക്കുറിച്ചാണ്, അവൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഒരു കൂടുതൽ സംസാരിച്ചത്. കോൺഗ്രസ് മലപ്പുറം രൂപീകരണം എന്ന ജില്ലാ രൂപീകരണം എന്ന ആശയത്തിന് എതിരായിരുന്നു എന്ന് പറയുന്നു. അപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ ഭാഗമായി MP രാജേഷ് ഇന്ന് കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പോലീസ് പിടിക്കുന്ന സ്വർണം മോഷണ കേസുകളായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും അവ കിട്ടാതാവുകയും ചെയ്യുന്നതോടെ ഈ കള്ളക്കടത്തുകാർ അസ്വസ്ഥരായിരിക്കുന്നു എന്ന പോലെയുള്ള സംഗതികൾ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ജില്ലയെ ആക്ഷേപിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. RSS ADGP കൂടിക്കാഴ്ചയിലും അവർ ചില ന്യായങ്ങൾ മുന്നോട്ട് വെക്കുന്നു. എന്തെങ്കിലും ADGPയെ ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല, കുറ്റമുക്തനാക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്ന് MP രാജേഷ് ഇന്ന് പറയുന്നുണ്ട്. വലിയ വാഗ്വാദം നടന്ന 2 മണിക്കൂറായിരുന്നു. അപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കാർമ്മികത്വം ഉയർത്തിക്കൊണ്ടുവന്ന ഈ പുകമറ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സർക്കാരിന് കഴിഞ്ഞോ? എന്തൊക്കെ തരത്തിലുള്ള ഏത് തരം വ്യക്തത വരുത്താനാണ് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ദിവസം എന്താണ് തോന്നുന്നത്, 2 മണിക്കൂർ ചർച്ച പൂർത്തിയാക്കുമ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചില അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ചില സംഗതികളുണ്ടായിരുന്നു, വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ അവർ പൂർണ്ണ സ്വഭാവത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നു. നിഷാദ്, ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച സാങ്കേതികമായി പറഞ്ഞാൽ മലപ്പുറവുമായി ബന്ധപ്പെട്ടില്ല, ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൻ്റെ സബ്ജക്റ്റ് ലൈൻ. പക്ഷേ ചർച്ച കൂടുതൽ നടന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, ഈ ചർച്ച വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഹിന്ദുവിൽ വരികയാണ്. എന്താണ്, മലപ്പുറത്ത് ഇങ്ങനെ വലിയ തോതിൽ കള്ളക്കടത്ത് നടക്കുന്നു, അതെല്ലാം ആൻറ്റി നാഷണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടും. അതിന് മുമ്പ് ഒരു പ്രസ്താവന മുസ്ലിം എക്സ്ട്രീമിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന, ഒരു വാചകം കൂടെ ഉണ്ട്, ഞങ്ങൾ സ്വീകരിക്കുന്ന നടപടി. അതെ, അത് അവരെ അസ്വസ്ഥപ്പെടുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ കോൺട്രവേഴ്സി വരുന്നത്, ഇത് സ്റ്റെം ചെയ്യുന്നത് എവിടെ നിന്നാണ്? അൻവർ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതുമായി നമ്മുടെ അൻവർ ഉന്നയിക്കുന്ന വിമർശനം എന്താ നിഷാദേ? കള്ളക്കടത്ത് നടക്കുന്നില്ലെന്നോ കള്ളക്കടത്ത് തടയണം, പിടിക്കരുതോ എന്നൊന്നുമല്ല അൻവർ പറഞ്ഞത്. അൻവറിൻ്റെ പോയിൻ്റ് വളരെ സ്പെസിഫിക്കാണ്. കള്ളക്കടത്ത് പിടികൂടുക, സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടുക എന്ന ഉത്തരവാദിത്തം ആരുടെ ജുറിസ്ഡിക്ഷനിലുള്ളതാണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? കസ്റ്റംസ് ആൻഡ് പ്രിവൻറ്റീവ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ DRIയുടെ, ഇവരുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ എയർപോർട്ടിലൂടെയാണ് ആൾ പുറത്തിറങ്ങുന്നത്. അനധികൃതമായ സ്വർണവും കയ്യിൽ വെച്ച് ഒരാൾ എയർപോർട്ട് വഴി പുറത്തേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കസ്റ്റംസ് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഷീനറിയുള്ള എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട്. അപ്പോൾ അവിടെ കസ്റ്റംസ് സ്വർണം പിടികൂടുന്നില്ല. പക്ഷേ ആര് പിടികൂടുന്നു? പോലീസ് പിടികൂടുന്നു. ഇത് ഒരു നെക്സസിൻ്റെ ഭാഗമാണ്. എന്താണ് ആ നെക്സസ്? ഇവരുടെ സ്കാനറിൽ, കസ്റ്റംസിൻ്റെ സ്കാനറിൽ ആരുടെയെല്ലാം കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്, അവരുടെ ഫോൺ നമ്പറുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിലൂടെ കടന്നു വന്ന ഒരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസ് പോലീസിന് കൈമാറുന്നു. പോലീസ് അവരെ കൃത്യം ലൊക്കേറ്റ് ചെയ്യുന്നു. ഒരാൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വരൂ എന്ന് പറയുന്നു, പിടിച്ചു കൊണ്ടുപോകുന്നു, അയാൾ സ്വർണം റിക്കവർ ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്? ഇത് ശരിയല്ലാത്ത പരിപാടിയാണ്. ഇത് ഒരു ധാരണയുടെ പുറത്ത് നടക്കുകയാണ്. ഇതിലൂടെ സംഭവിക്കുന്നതാണ്, ഇങ്ങനെ പിടികൂടുന്ന സ്വർണം ഇവർ വീതിച്ചെടുക്കുന്നു. അതിൽ ADGP അജിത് കുമാറിനും ശശിക്കും അടക്കം പങ്കുണ്ടെന്നാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണം. അപ്പോൾ ഇത് മറച്ചു വെച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടുന്നതിനെതിരെ പ്രതിഷേധമുള്ള ആളുകളാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അൻവർ അവരുടെ ഭാഗമാണ് എന്നാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിലമ്പൂരിൽ നടന്നിട്ടുള്ള വിശദീകരണ സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗമായുള്ള വിജയരാഘവൻ ആ പരിഹാസത്തോടു കൂടി ഇതാണ് ആവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പരിപാടിയില്ലല്ലോ, അത് പരിപാടിയുള്ള ആളുകൾക്ക് അത് പിടിക്കുമ്പോൾ ബേജാറാകുന്നത് നമ്മളെന്ത് ചെയ്യാനാണെന്ന് ഈ മട്ടിൽ അങ്ങേയറ്റത്തെ പരിഹാസത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആവേണ്ടതുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇതാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെ പിടികൂടേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ അത് പിടികൂടുന്നില്ല, പകരം പോലീസ് കൃത്യമായി പിടികൂടുന്നു. ഇവിടെ മാത്രം അതുകൊണ്ട് മുഖ്യമന്ത്രി കണക്ക് ആവർത്തിക്കുന്നുണ്ടല്ലോ. മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള കണക്ക് കസ്റ്റംസിൻ്റെ കണക്കാവില്ലല്ലോ, പോലീസിൻ്റെ കയ്യിലുള്ള കണക്കാണ്. എന്ന് വെച്ചാൽ പോലീസ് പിടികൂടുന്ന കണക്കാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതേ കണക്ക്
തിരുവനന്തപുരം എയർപോർട്ടിൻ്റെയും കൊച്ചി എയർപോർട്ടിൻ്റെയും കണ്ണൂർ എയർപോർട്ടിൻ്റെയും കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും? കാരണം അവിടെ പോലീസ് പിടികൂടുന്നില്ല, അവിടെ ഈ പറയുന്ന നെക്സസ് ഇല്ല, അവിടെ ഇതുപോലെയുള്ള സംവിധാനങ്ങളും കരിപ്പുള്ളതുപോലെ ഇല്ല. അപ്പോൾ ഈ പ്രശ്നത്തെ മറക്കുവാൻ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ മറ്റെന്തോ ആക്കി ചിത്രീകരിക്കുവാൻ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ മാധ്യമ സന്നാഹങ്ങളും ശ്രമിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അത് അങ്ങേയറ്റത്തെ പരിഹാസത്തോടു കൂടിയാണ്. ആ പരിഹാസം പലപ്പോഴും മലപ്പുറത്തോടുള്ള പരിഹാസവും മാറുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോലീസ് ഈ പറയുന്ന ഏർപ്പാടിലൂടെ പിടികൂടുന്ന സ്വർണ്ണം, അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രശ്നം. അത് പിന്നെ മലപ്പുറത്തേക്ക് പോകുന്നു, അത് ആൻറ്റി നാഷണൽ ഇത്തരം സംഗതികൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റി നാഷണൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ദേശവിരുദ്ധ പ്രവർത്തനം നടന്നതിനെക്കുറിച്ചുള്ള ഒരു കേസോ എന്തെങ്കിലും സംഭവങ്ങൾ വേണം. അതിൽ ഈ സ്വർണം വിറ്റുണ്ടാക്കിയ പണം അതിനുപയോഗിച്ചത് ഇതൊന്നുമില്ലാതെ ഒരു മുഖ്യമന്ത്രി അങ്ങേയറ്റം ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജനതയ്ക്കെതിരായിട്ടുള്ള കുറ്റാരോപണമാണ്. ഒരു പ്രദേശത്തെ ആ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളെ അവരെ ശവന്തീനികൾക്ക് ശവന്തീനി ഫാസിസ്റ്റുകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമായ പണിയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ 1.5 ദിവസം എടുത്തു. 1.5 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഓഫീസ് കത്തയക്കുകയാണ് ഹിന്ദുവിന്, ഞാനിത് പറഞ്ഞതല്ല, മുഖ്യമന്ത്രി ഇത് പറഞ്ഞതല്ല. അപ്പോൾ ആ പത്രം വിശദീകരിക്കുകയാണ്, അത് മുഖ്യമന്ത്രി ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പേര് അവർ പറഞ്ഞാണ്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പേരിൽ അങ്ങേയറ്റം കുഴപ്പമുണ്ടാകുന്ന, കലാപമുണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് അട്രാക്റ്റ് ചെയ്യാവുന്ന ആ നിലക്കുള്ള വകുപ്പുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രസ്താവന ഒരു PR കമ്പനി മുഖ്യമന്ത്രിയുടെ പേരിൽ എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് ആ PR കമ്പനിക്കെതിരെ കേസെടുക്കണ്ടേ, ഈ മാധ്യമ സ്ഥാപനത്തിനെതിരെ കേസെടുക്കണ്ടേ? ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഈ മലപ്പുറം ഡിബേറ്റിൻ്റെ ഈ പശ്ചാത്തലം നമ്മൾ മറക്കാൻ പാടില്ല. ഇത് നിയമസഭയിൽ വരുമ്പോൾ ട്രഷറി ബെഞ്ച് അതിനെ പ്രതിരോധിക്കുന്ന എന്താണ്? ചരിത്രം പറഞ്ഞുകൊണ്ടാണ്, മലപ്പുറത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. മലപ്പുറത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ നിശ്ചയമായിട്ടും CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേലെ നിൽക്കാൻ പറ്റും. അത് ആ മലപ്പുറം ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ KT ജലീലാണെങ്കിലും രാജേഷ് ആണെങ്കിലും ട്രഷറി ബെഞ്ചുള്ള മറ്റുള്ളവരാണെങ്കിലും അവർ ഉയർത്തിയ ഡിഫൻസ് ശരിയായ ഡിഫൻസാണ്. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാട്, പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദ് എടുത്ത നിലപാട്, അന്ന് ജനസംഘം എടുത്ത നിലപാട്, അതിനോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം, ഇതൊക്കെ ചരിത്രത്തിൽ സുവ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ CPM ആ ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രശ്നത്തെ മറികടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചരിത്രമുള്ള CPIM എന്തുകൊണ്ട് ഇന്നിങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഇങ്ങനെ നിലപാടെടുക്കുന്നു എന്ന ചോദ്യം വരുമ്പോൾ CPM അതിനെ പ്രതിരോധിക്കുന്നത് എന്താണ്? പൊട്ടിച്ചിരിക്കുക. മുഖ്യമന്ത്രി ചിരിക്കുന്നു, ഗോവിന്ദൻ മാഷ് ചിരിക്കുന്നു, TP രാമകൃഷ്ണൻ ചിരിക്കുന്നു, വിജയരാഘവൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്ര ഗുരുതരമായ ഒരു തെറ്റാണ് മുഖ്യമന്ത്രി ചെയ്തത്. അതിനെ പരിഹാസച്ചിരി കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോക്കൂ, ഈ ജനതയെയും ഈ ജില്ലയെയും അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളെയും ഞങ്ങൾ അത്രേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് മറുപടി പറയാനൊന്നും ഞങ്ങളില്ല. ഞങ്ങളിങ്ങനെ ചിരിച്ച് തള്ളുകയാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന ആവലാതികൾ, നിങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങളുടെ വേദനകൾ, അത് ഞങ്ങൾ പരിഹസിച്ച് ചിരിച്ചു തള്ളുകയാണ്. അത്ര വിലയെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും പോളിറ്റ് ബ്യൂറോ അംഗവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിലെ പ്രശ്നം. അപ്പോൾ ഇത് മാത്രമല്ല, നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ അൻവർ ഉന്നയിച്ച വളരെ വളരെ സ്ഫുടമായ ഒരു പ്രശ്നം, വളരെ കൃത്യമായൊരു പ്രശ്നം, അതിനെ ഈ നിലക്ക് വർഗീയമാക്കി വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയമാണ് ഈ മലബാറിലെ വികസന പ്രതിസന്ധികളെക്കുറിച്ച്, വികസന വിവേചനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രദേശത്ത് റവന്യൂ ഡിവിഷനുകൾ വേണ്ടത്രയില്ല, താലൂക്കുകളില്ല, ജില്ലകളില്ല എന്ന പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിനെങ്ങനെയാണ് മറികടക്കാൻ ശ്രമിക്കുന്നത്? ഇന്നലെ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? ജില്ലാ വിഭജനം എന്നത് മതരാഷ്ട്രവാദികളുടെ ആശയമാണെന്ന്. എന്തുമാത്രം വിഡ്ഢിത്തമാണ് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കൂ. എറണാകുളം ജില്ല വിഭജിക്കണം എന്ന് D. ബാബു പോൾ വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ ജില്ലയും എറണാകുളം ജില്ലയും വേർതിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഗണം? ഈ പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനം അനുസരിച്ച് ഏത് ഗണത്തിലാണ് പെടുക? നെയ്യാറ്റിൻകര ജില്ല വേണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് ജില്ല വിഭജിക്കണം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള ജില്ലയാണ്. നമുക്കറിയാം, അതിൻ്റെ ഒരറ്റം ഇവിടെ കിടക്കുന്നു, മറ്റേ അറ്റം ഇവിടെ കിടക്കുന്നു. എന്നുവെച്ചാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അങ്ങേയറ്റം മോശമായുള്ളൊരു ഘടനയാണ് ആ ജില്ലയുടെ ഒരു ജിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു ജില്ല ഉണ്ടാവണം, നിലവിലുള്ള ജില്ല വിഭജിക്കണം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്, തീവ്രവാദമാണ് എന്ന് CPM പോലൊരു സംഘടന ഇപ്പോൾ പറയുകയാണ്. ഏത് CPM? മുമ്പ് മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള
അന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ സമാനമായ പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചവരെ ധീരമായി നേരിട്ട CPIM. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ CPM ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്ന് ജനസംഘവും കോൺഗ്രസും എന്താണോ ചെയ്തത് അത് CPM ഇന്ന് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള വിമർശനം ഉയരുമ്പോൾ പഴയ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, ജിംസി, ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ സ്വർണ്ണവേട്ട എന്ന സംഗതി അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി ഉയർത്തിയത് പോലെ ഇങ്ങോട്ടുണ്ട്. അതിനകത്ത് എന്തുമാത്രം കൺവിൻസിംഗ് ആയ മറുപടിയാണ് ഇന്നിപ്പോൾ MP രാജേഷ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയെടുക്കണം. അല്ല, ഈ നിയമസഭ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് മാനേജ്ഡ് ചർച്ചയാണ്, അടിയന്തര പ്രമേയ ചർച്ച എന്ന് പറഞ്ഞാൽ. അതിലേതെങ്കിലും ചോദ്യത്തിന് മറുപടി കിട്ടുമെന്നോ ആരെങ്കിലും സംശയം ദൂരീകരിക്കുമെന്നോ ആരും വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലത്തെ നോക്കുക, ഇന്നലെ എഴുതി കൊടുത്ത അടിയന്തര പ്രമേയ വിഷയം എന്താണ്? ഇന്നലെ മലപ്പുറം പരാമർശമാണ് എഴുതി കൊടുത്ത വിഷയം. ഇന്ന് എഴുതി കൊടുക്കുന്ന വിഷയം എന്താണ്? ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് സംബന്ധിച്ചാണ്. അപ്പോൾ ഇന്നലത്തെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യപ്പെട്ടില്ല. അവിടെ ഉണ്ടായ കലുഷിതമായ സാഹചര്യം മൂലം ഇന്ന് പുതിയൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്ന UDF മറ്റൊരു വിഷയമാണ്, മലപ്പുറം വിഷയമല്ല, ADGPയുടെ. പക്ഷേ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ മലപ്പുറം വിഷയം പറയുന്നു, മുഖ്യമന്ത്രിയുടെ PR സംഭവത്തെക്കുറിച്ച് പറയുന്നു, മലപ്പുറത്തെ അധിക്ഷേപിച്ചുള്ള PR സംഭവത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് സംസാരിച്ച UDFൻ്റെ അംഗങ്ങൾ എല്ലാവരും പിന്നീട് ADGPയുടെ വിഷയം പറയുന്നു, RSS CPM കൂട്ടുകെട്ടിനെ പറ്റി പറയുന്നു. അപ്പോൾ ഇതിനെല്ലാം മറുപടി പറയുകയാണ് പിണറായി വിജയന് വേണ്ടി മന്ത്രി MP രാജേഷ്. നോക്കുക, അപ്പോൾ MP രാജേഷ് ആദ്യം തന്നെ തുടങ്ങുന്നത് വളരെ അതിനു മുമ്പ് KT ജലീൽ വിശാലമായി സംസാരിച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണവും അതിൻ്റെ ചരിത്രവും അതിനോട് കോൺഗ്രസും ജനസംഘവും എടുത്ത നിലപാടും അക്കാലത്ത് EMS സർക്കാരിൻ്റെ നിലപാടും മലപ്പുറത്ത് നിന്ന് മലബാർ കലാപകാരികളെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചപ്പോൾ അതിനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽപ്പെടുത്തിയ ആദ്യത്തെ പാർട്ടി ആരാണ് എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസ് എന്നാണ് അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചെന്ന് തുടങ്ങിയ വാലിഡ് ക്വസ്റ്റ്യൻസ് KT ജലീൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ കാലത്ത് നിന്ന് 1967 സപ്തകക്ഷി മുന്നണിയുടെ കാലത്താണ് CPM അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അന്ന് ലീഗ് ഈ ആരുടെ കൂടെയാണ്? സപ്തകക്ഷികളുടെ കൂടെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് സ്വന്തം മുന്നണിയിലിരിക്കെ മുസ്ലിം ലീഗിന് ഗുണകരമാകുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഇലക്ട്രേറ്റിന് ഗുണകരമാകുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ അന്നത്തെ സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രാധാന്യം. ഇന്ന് മുസ്ലിം ലീഗ് അവരുടെ കൂടെയല്ല, മുസ്ലിം ലീഗ് LDF-ലല്ല, മുസ്ലിം ലീഗ് UDF-ൻ്റെ കൂടെയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് അനുകൂലമായൊരു തീരുമാനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനമോ ആരും എടുക്കുന്നില്ല, CPM എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ വേറൊരു രീതിയിൽ വർഗീയമായി ചിത്രീകരിക്കാൻ കൂടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നത്തിൻ്റെ മർമ്മം. ആ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയല്ല ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞതെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ചരിത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നത്തെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മന്ത്രി MP രാജേഷ് പറയുന്നത് തന്നെയാണ് നമ്മൾ സർക്കാരിൻ്റെ മറുപടിയായിട്ട് എടുക്കേണ്ടത്. MP രാജേഷ് പറയുന്നത് എന്താണ്? അവിടെ സ്വർണ്ണക്കടത്ത് നടക്കുന്നു. സ്വർണ്ണക്കടത്ത് എന്നുള്ളത് ടാക്സ് വെട്ടിപ്പാണ്. പക്ഷേ ഒരു ടാക്സ് വെട്ടിപ്പും രാജ്യസ്നേഹപരമല്ലല്ലോ, അത് രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരാണല്ലോ. അപ്പോൾ പോലീസ് സ്വർണം പിടികൂടുന്നു. പോലീസ് സ്വർണം പിടികൂടുമ്പോൾ എന്തുകൊണ്ടാണ് എതിർപ്പ് ഉയരുന്നത്? പോലീസ് സ്വർണം പിടികൂടുമ്പോൾ അതിൽ FIR ഇടുന്നത് മോഷണ കേസായിട്ടാണ്. മോഷണ കേസായിട്ട് FIR ഇടുമ്പോൾ ആ സ്വർണം പിടികൂടി കോടതിയിൽ കൊടുക്കും. കസ്റ്റംസ് പിടികൂടിയാൽ ഈ സ്വർണം കൊണ്ടുവന്നവർക്ക് ടാക്സ് അടച്ചത് തിരികെ കിട്ടും. അപ്പോൾ ഈ പോലീസ് ഈ സ്വർണം പിടികൂടി കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ഈ സ്വർണ്ണക്കടത്ത് ശൃംഖല ബസ്റ്റ് ഔട്ട് ചെയ്തു. അതായത് ആ ശൃംഖല തകർന്നു. അതിൽ വെറി പൂണ്ടാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതാണ് MP രാജേഷ് സഭയിൽ പറഞ്ഞത്. സഭാരേഖകളിലുണ്ട്, നാളെയോ മറ്റന്നാളോ നമുക്ക് കിട്ടും, അത് രേഖാപരമായി കിട്ടും, അത് റെക്കോർഡഡാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മലപ്പുറത്ത് മാത്രമാണോ ഈ പോലീസ് ഇങ്ങനെ സ്വർണം പിടിക്കുന്നതും അതിൽ മോഷണ കേസ് ചുമത്തി കോടതിയിൽ കൊടുക്കുന്നതും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമാണല്ലോ. എന്തുകൊണ്ടാണ് മലപ്പുറം പ്രത്യേകമായി വരുന്നതെന്ന ക്വസ്റ്റ്യൻ സ്വാഭാവികമായി ഉന്നയിക്കുമല്ലോ. ഞാൻ ആഗ്രഹിക്കുന്ന ഈ മന്ത്രിമാരാരെങ്കിലും പിണറായി വിജയനോ മന്ത്രി MP രാജേഷോ മാധ്യമങ്ങൾക്ക് നമുക്ക് തരണ്ട, മാധ്യമങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കുക, അവരോട് ഇതേക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാൻ അനുവദിക്കുക. അതാണ് ഈ കാര്യങ്ങളിൽ വ്യക്തത വരാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. നമുക്ക് ആകെയുള്ള വിവരശേഖരണം എന്താണ്? പോലീസിൻ്റെ വെബ്സൈറ്റിൽ പോവുക. പോലീസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ ജില്ലയ്ക്കും ഓരോ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർണം കടത്തിയത് പിടിച്ചു എന്നുള്ളൊരു പ്രത്യേകമായ വകുപ്പിൽ ഒരു കേസും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ നമ്മൾ എവിടെയാണിത് അന്വേഷിക്കുക? നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്നത് ഇപ്പോൾ പോലീസ് പിടിക്കുന്ന സ്വർണം മോഷണ കേസായിട്ടാണ് എന്ന് പറയാം. അപ്പോൾ മോഷണ കേസുകളിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണ മോഷണ കേസുകൾ അതിൽ വരുമല്ലോ. അപ്പോൾ എല്ലാ ജില്ലയിലും ഈവനായിട്ടാണ് ഈ മോഷണ കേസുകൾ 200 250 ഒക്കെയാണ് ഒരു വർഷം രജിസ്റ്റർ ചെയ്യപ്പെടുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സ്വർണ്ണക്കടത്ത് കേസ് എങ്ങനെയാണ് തിരിച്ചറിയുക? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വിവരം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചൊരു കണക്കുണ്ട്, 5 വർഷത്തെ കണക്കുണ്ട്, 3 വർഷത്തെ കണക്കുണ്ട്. ഈ 3 വർഷത്തെ കണക്കിന് വേറൊരു പ്രത്യേകതയുണ്ട്. SP സുജിത് ദാസ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഡാൻസ് ഓഫിനെ കൊണ്ട് പിടിപ്പിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ സുജിത് ദാസ് അവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് മാറുന്ന സമയത്ത് സുജിത് ദാസ് SP എന്ന നിലയിൽ ഒരു വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. ആ വാർത്താക്കുറിപ്പിലാണ് 101 കിലോ സ്വർണം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് 101 കിലോ സ്വർണം പിടിച്ചു എന്നാണ് പറയുന്നത്. ഏതെങ്കിലും മറ്റ് പോലീസ് ജില്ലകളിൽ പോലീസ് സ്വർണം പിടിച്ചൊരു വാർത്ത നിഷേധം കാണിച്ചു തരാൻ കഴിയുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് വെറുതെ നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് നെടുമ്പാശ്ശേരിയിൽ പോലീസ് സ്വർണം പിടിച്ചു, നമുക്ക് കാണാൻ കഴിയില്ല.
ഈ മലപ്പുറത്ത് നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ പിടിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് ഏതാണ്ട് സമാനമാണ്. 950 ഗ്രാമും 1 കിലോയ്ക്കും ഇടയ്ക്കാണ് ഈ സ്വർണം പിടിക്കുക. കാരണം അത് കൊണ്ടുവരുന്ന ശരീരത്തിൽ ഒളിപ്പിച്ചാണ്, അത്രയും കുറഞ്ഞ അളവിലാണ് കൊണ്ടുവരിക. നമ്മൾ ഈ നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തും പിടിക്കുന്ന സ്വർണം പിടിച്ച വാർത്തകളെ പറ്റി ഒന്ന് തപ്പി വെക്കുക. അത് കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടുവരിക. അത് കസ്റ്റംസാണ് പിടിക്കുന്നത്. അവിടെ എങ്ങും നമുക്കൊരു കേരളത്തിലെ മറ്റേതെങ്കിലും എയർപോർട്ടിൽ പോലീസ് സ്വർണം പിടിച്ച ഒരു വാർത്ത പോലും നമ്മുടെ മുമ്പിലില്ല. നമ്മൾ ഇത്ര നാളെ വാർത്ത ശ്രദ്ധിക്കുന്നതല്ലേ. പോലീസ് സ്വർണം പിടിക്കുന്നത് മലപ്പുറത്ത് മാത്രമാണ്. ഇവിടെയാണ് PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പ്രസക്തി. എന്തുകൊണ്ട് പോലീസ് പിടിക്കുന്നു എന്ന് ചോദിക്കുന്നത് പോലീസ് പിടിക്കരുതെന്ന് പറയാനല്ല, എന്തുകൊണ്ട് കസ്റ്റംസ് പിടിക്കുന്നില്ല എന്ന് ചോദിക്കാനാണ്. കസ്റ്റംസ് പിടിക്കുന്നില്ല എന്ന് ചോദിക്കാനാണ് PV അൻവർ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് സർക്കാർ അതിബുദ്ധിപരമായി ഒഴിഞ്ഞു മാറുകയാണ്. എന്ന് മാത്രമല്ല, ഈ ഒരു കണക്കിനെ, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒരു ജില്ലയെ ടാർണിഷ് ചെയ്യാനും ആ ജില്ലയിലുള്ള ബഹുഭൂരിഭാഗമുള്ള ഡെമോഗ്രഫിയെ വർഗീയമായി ചിത്രീകരിക്കാനും സർക്കാർ ശ്രമിക്കുന്നു. അതിനൊരു PR ഏജൻസിയുടെ സഹായം തേടുന്നു എന്ന അതിഗുരുതരമായൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുമ്പോൾ അതിനെ ചിതറിച്ച് കളയാണ് UDF ചെയ്തത്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഇന്നലെ കൊടുത്ത അടിയന്തര പ്രമേയം അവർ ചർച്ചയ്ക്ക് സന്നദ്ധരായില്ല. ഇന്ന് കൊടുത്ത അടിയന്തര പ്രമേയത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നതിന് പകരം അതിൽ ADGPയുടെ RSS ബന്ധം കൊണ്ടുവരുന്നു, ഈ PR സംഭവം കൊണ്ടുവരുന്നു, മലപ്പുറം ജില്ല RSS CPM ബന്ധത്തെക്കുറിച്ച് പറയുന്നു. 1977 പിണറായി വിജയൻ വിജയിച്ചത് ജനസംഘത്തിൻ്റെ വോട്ടോടെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷയത്തെ ചിതറിച്ച് കളഞ്ഞതോടുകൂടി സർക്കാരിന് രക്ഷപ്പെടാൻ എളുപ്പമായി. അപ്പോൾ ഇപ്പോഴും എന്താണ്, MP രാജേഷ് വളരെ വിജിഗീഷുമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, UDFൻ്റെ വാടപ്പിച്ചു എന്നൊരു ഇമേജാണ് സർക്കാർ CPM അണികൾക്ക് കൊടുക്കുക. UDF-കാരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും മറുപടി കിട്ടിയോ? പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ADGP RSS മേധാവിയെ കണ്ടു എന്ന ആരോപണം ഞാനാണ് ഉന്നയിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ആരോപണം ഉന്നയിച്ചു, ആ ആരോപണം ആദ്യം നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ആദ്യം നിഷേധിച്ചു, പിന്നീട് പറഞ്ഞു RSSകാർ കണ്ട എന്താ കുഴപ്പം എന്ന് മന്ത്രിമാർ ചോദിച്ചത്. അത് ശരിയാണ്. അപ്പോൾ P രാജീവ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ചു, നിങ്ങൾ നിഷേധിക്കില്ല, ഇങ്ങനെ തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ P രാജീവ് ചോദിക്കുന്നുണ്ട്, എന്നാൽ തെളിവ് മേശപ്പുറത്ത് വയ്ക്കുക. കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന് സതീശൻ പറയുകയാണ്, പിറ്റേന്നത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുന്നതാണ് P രാജീവ് പറയുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് കിട്ടുക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് എന്താണ് പറഞ്ഞാൽ, ഈ ഫാലസി പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും കവറപ്പ് ചെയ്യുകയാണെന്ന് സർക്കാർ ശരിക്കും ചെയ്തത്. അതിന് തെളിവ് അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ള മുഖ്യമന്ത്രിയാണോ മറുപടി പറയേണ്ടത്. അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഈ ADGP RSS കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച ഒരു സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തെളിവില്ല എന്ന് MP രാജേഷ് സഭയിൽ പറയുന്നത്. ഇതിനെന്ത് തെളിവ്? ഇതിന് അങ്ങനെ ഒരു ADGP റിപ്പോർട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സഭയിൽ വയ്ക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒരു തെളിവുമില്ലാത്ത ആരോപണമാണെന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇതിനെ ശരിക്കും കവറപ്പ് ചെയ്യുന്നു, തെറ്റായി വക്രീകരിക്കുന്നു. ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വിഷയത്തെ കോൺഗ്രസും ലീഗും ഗൗരവമായി സമീപിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് ലീഗിൻ്റെ ഒരു വിഷയമാണ്. ഈ മലപ്പുറത്തെ വർഗീയമായി ചിത്രീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രശ്നമാണ്. അതിൽ കോൺഗ്രസിന് പ്രശ്നമില്ലേ? കോൺഗ്രസിൻ്റെ പ്രശ്നം ADGP RSS മേധാവിയെ കണ്ടത് മാത്രമാണോ? അങ്ങനെയുണ്ടല്ലോ. ഞാൻ ഇന്ന് സംസാരിച്ച UDF അംഗങ്ങളുടെ കണ്ടന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പ്രശ്നം മലപ്പുറവും കോൺഗ്രസിൻ്റെ പ്രശ്നം ADGP RSS ബന്ധുവാണെന്ന് വരുന്നു. ഇതൊരു തെറ്റായ സ്ട്രാറ്റജിയാണ്. ഇത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് സർക്കാരിന് മറുപടി പറയുന്നതിന് പകരം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെങ്കിൽ പോലും അത് ഫോക്കസ്ഡ് ആയില്ല എന്നൊരു വിമർശനമുണ്ട്. യെസ്, അതുകൊണ്ട് ഈ സർക്കാർ ഉത്തരം പറയേണ്ട മേഖലകൾ ഇപ്പോഴും ബാക്കി കിടക്കുകയാണ്. ഒരു കാര്യത്തിലും പൂർണ്ണാർത്ഥത്തിലുള്ള വ്യക്തതയോ ശരിയായ ഉത്തരവോ കിട്ടിയിട്ടില്ല. പക്ഷേ അതിലേക്ക് സർക്കാരിനെ കൃത്യമായി കളത്തിൽ കൊണ്ടുവരുന്നതിൽ പ്രതിപക്ഷത്തിന് ഇനിയും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇന്നത്തെ ദിവസം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്.